എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റാസിഖാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് സരോവരം ബയോ പാർക്കിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടെർമിനലിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഏകദേശം 120 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് ആയിട്ട് വരുന്നത്. 5 വയസ്സിൻ്റെ താഴേക്കുള്ള കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാനും എടുത്തു 120 രൂപ കൊടുത്തിട്ട് ഒരു ടിക്കറ്റ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയൊക്കെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നല്ല ഒരുപാട് കാഴ്ചകളൊക്കെ കാണുന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ഈ ബേർഡിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് ബേർഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ചെന്നാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്നത് അടുത്തൊരു അത്യാവശ്യം വലിയൊരു ഹോളിലേക്കാണ് പിന്നെ എത്തുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അകത്തൊക്കെ. ഈ ഒരു ഭാഗത്ത് വരുന്നത് പെറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അത് കൂടുതൽ ആളുകൾ ഉണ്ടായതുകൊണ്ട് തൊട്ടടുത്തേക്ക് പോയി കൂടുതൽ കാണാൻ വേണ്ടി നിന്നിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതും കാണാത്തതുമായിട്ടുള്ള കുറച്ച് പെറ്റ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷകളൊക്കെ വെച്ച് വരുന്ന അക്വേറിയം കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണുള്ളത്. ഇവിടെ ഒരുപാട് വലിയ അക്വേറിയങ്ങളും പിന്നെ അതുപോലെ ഒരുപാട് കടൽ മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് മൊത്തമായിട്ട് വരുന്നത്. ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കണ്ടിട്ടൊക്കെ ഉള്ള മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. പിന്നെ അതൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ മത്സ്യകന്യകൻ ഇട്ടിട്ടുള്ള അക്വേറിയം. ഏകദേശം ഒരു 20 അടിയോളം നീളവും ഒരു 10 അടി ഹൈറ്റും വരുന്ന ഒരു അക്വേറിയത്തിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത്. എനിക്ക് തോന്നിയത് ഇത് കാണാനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളതെന്നാണ് തോന്നുന്നത്. കാരണം അതിന് മാത്രം ആൾക്കാർ ഇതിൻ്റെ മുന്നിൽ നിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഒരു മത്സ്യകന്യകനും 2 മത്സ്യകന്യകയും അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. മത്സ്യകന്യകനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതായിട്ട് എത്തുന്നത് അണ്ടർ വാട്ടർ ടെർമിനലിൻ്റെ അടുത്തേക്കാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ആ ഒരു അണ്ടർ വാട്ടർ ടെർമിനൽ എന്ന് പറയുന്നത്. ആ ലെഫ്റ്റ് സൈഡ് കാണുന്നത് അതിൻ്റെ അകത്ത് കൂടെ ആൾക്കാരൊക്കെ പാസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് വലിയ മത്സ്യങ്ങളെയും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വഴിക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കുട്ടികൾക്കൊക്കെ എന്തായാലും വളരെ അധികം ഇഷ്ടപ്പെടുന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ മുതിർന്നവർക്ക് ഈ 120 രൂപ ടിക്കറ്റ് കൊടുത്ത് എടുത്തത് കൊണ്ട് ചിലപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല. പിന്നെ നമ്മൾ എത്തുന്നത് അക്വേറിയത്തിൻ്റെ അകത്തേക്കാണ്. അണ്ടർ വാട്ടർ ടെർമിനലിൻ്റെ അകത്ത് കൂടെ പോകുമ്പോൾ നമ്മളെ തലേൻ്റെ മുകളിലൊക്കെ അത്യാവശ്യം വലിയ മത്സ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ ഏകദേശം കുറച്ച് ദൂരം അങ്ങ് മുന്നോട്ട് പോകുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും മുഴുവനും മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി പറ്റുക.
നമ്മൾ എക്വോറിയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോൾ നമ്മൾ വല്ല SM സ്ട്രീറ്റിലെ മിഠായി തെരുവിലൊക്കെ വന്ന് നിന്ന മാതിരിയാണ് നമുക്ക് പിന്നെ തോന്നുക. കാരണം അതിന് മാത്രം സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പിന്നീട് കാണാൻ വേണ്ടി പറ്റും. ഇലക്ട്രോണിക്സ് ആയിട്ടും റെഡിമെയ്ഡായിട്ടും ഫാൻസി ഫുഡ് ഐറ്റംസ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റും.